കണ്ണൂരിലെ ഒരു പെൺകൂട്ടായ്മ 101 പുസ്തകങ്ങൾ പുറത്തിറക്കി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ്. ഇരിട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പെണ്ണില്ലം എന്ന സംഘം ഇത് രണ്ടാം തവണയാണ് ഷാർജ പുസ്തകമേളയിലെത്തുന്നത്. കഴിഞ്ഞ വർഷം പുസ്തകങ്ങൾ പൂർണ്ണമായും പെൺരചനകളായിരുന്നുവെങ്കിൽ ഇത്തവണ പുരുഷന്മാർക്ക് ഇവർ നേരിയൊരു സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 67 പുസ്തകങ്ങളുമായി എത്തിയ പെൺകൂട്ടായ്മ പെണ്ണില്ലം ഇപ്രാവശ്യം 101 പുസ്തകങ്ങളുമായിട്ടാണ് ഷാർജ പുസ്തകമേളയിൽ എത്തുന്നത്. മറ്റൊരു വ്യത്യാസമുള്ളത് സ്വന്തം സ്റ്റാളോട് കൂടിയിട്ടാണ് ഈ കൂട്ടായ്മ ഇത്തവണ ഷാർജയിൽ വായനക്കാരെ തേടുന്നത്. എത്ര പുസ്തകങ്ങൾ, അതെല്ലാം വനിതകൾ എഴുതിയതാണോ? കഴിഞ്ഞ വർഷം 62 പുസ്തകങ്ങൾ നമ്മൾ പ്രകാശനം ചെയ്തത് മുഴുവൻ സ്ത്രീകളുടേതായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളതൊരു വാശിയോടുകൂടി അത് 101 എത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ പുരുഷന്മാരെല്ലാം കൂടെ കുറച്ച് വിഷമം പറഞ്ഞ് ഞങ്ങളെ കൂടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചൊരു 5 പേരുടെ പുസ്തകം കൂടെ എടുത്തിട്ടുണ്ട്. ഒരു പുരുഷ സംവരണം. അപ്പോൾ 96 സ്ത്രീകളും 5 പുരുഷന്മാരും അടക്കം 101 പേരാണ് ഞങ്ങൾ ഇപ്രാവശ്യം കൊണ്ടത്. എല്ലാ പുസ്തകങ്ങളും ഒരുമിച്ചാണോ പ്രകാശനം? എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ? 101 പുസ്തകങ്ങളിലെ ഒരു വേദിയിൽ 101 പേരെയും കയറ്റാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് 10 പേര് വീതം ഓരോ പാക്കേജ് ആയിട്ട് ഞങ്ങൾ ഓരോരുത്തർക്ക് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് 10 പേരുടെ പുസ്തകം ഒരു സെറ്റ്, അതിലൊന്ന് മേഡമായിരിക്കും. ഇപ്രാവശ്യം KP സുധീരയും പെണ്ണിലത്തിൻ്റെ ഭാഗമാണ്. ഏത് പുസ്തകമാണ് പെണ്ണിലത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കുന്നത്? ഇപ്രാവശ്യം പ്രണയ വൈഡൂര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ്. അപ്പോൾ ആ പുസ്തകം പിന്നെ രാജി മാഡത്തിന് കൊടുത്ത്, രാജി അരവിന്ദ് എന്ന് പറഞ്ഞ ഇല്ലത്തമ്മ എന്നാ പറയാ മാഡത്തിനെ കൊണ്ട്. അത്രയും പിന്നെ ഒരു പെൺസിംഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയും ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാനുള്ളൊരു കരുത്തുള്ള സ്ത്രീയാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഒരു സ്റ്റാൾ ഇടാനുള്ള ചങ്കൂറ്റം, ഒറ്റയ്ക്ക് 2 പെൺകുട്ടികളെ കൂടെ കൂട്ടിയിട്ട് വന്നത് അവരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം അവരുടെ മനസ്ഥൈര്യമാണ്. അവർ വിൽ പവറുണ്ട്, എന്തും ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു സ്ത്രീ സ്വത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്, അതിൻ്റെ ഒരു ശക്തിയുടെ കരുത്തിൻ്റെ പ്രതീകമായിട്ടാണ് പെണ്ണില്ലുള്ളത്. അതുകൊണ്ട് എന്നും ഞാൻ പെണ്ണില്ലത്തിൻ്റെ കൂടെ ഉണ്ടാവും, സ്ത്രീകളുടെ കരുത്തിൻ്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും. എൻ്റെ പേര് ജയലക്ഷ്മി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ആശുപത്രി ജോലി ചെയ്യുന്നു. അവധിയെടുത്താണ് ഇതിന് വന്നത്. കഴിഞ്ഞ വർഷവും എൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു. ഈ വർഷം എൻ്റെ 3 പുസ്തകമാണ് വരുന്നത്. ഒന്ന് കവിതാ സമാഹാരം ദ്രോണപുഷ്പി, ഒന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരു ബാലകൃതി ടൈം മെഷീൻ, മൂന്നാമതൊരു ചെറുകഥാ സമാഹാരം മൗനം വാചാലം. സന്തോഷം. KP സുധീര മാമിൻ്റെ പ്രണയവൈഡൂര്യങ്ങളുടെ ചിത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഇതിലെ ഒട്ടുമുക്ക പുസ്തകങ്ങളിൽ എൻ്റെ ചിത്രങ്ങളുണ്ട്. ഒരു ചിത്രകാരി കൂടിയാണ്. നിരവധി ചിത്ര പ്രദർശനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ 101 പേര് ഇവിടെ എത്തുമോ? ഇല്ല, നമ്മളിവിടെ 35 പേരാണ് വരാനുള്ളത്. നമ്മൾ 3 പേര് നേരത്തെ എത്തി, ബാക്കി ഒരു 33 പേരോട് വരാനുണ്ട്. പിന്നെ അവർ 9-ാം തീയതി വരും. എൻ്റെ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് വന്നിട്ടുണ്ട്, ഒന്ന് എൻ്റെ ഇത് പുസ്തകം മണിയാറ് മുതൽ മിട്ടി നദി വരെ. മിട്ടി മീൻസ് മുംബൈയിലെ നദിയാണ് കേട്ടോ. ഏതായാലും ഷാർജ പുസ്തകമേള എങ്ങനെ ഈ പുസ്തകങ്ങളുടെ ലോകത്തിന് കരുത്താകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പെണ്ണില്ലം. കാരണം കഴിഞ്ഞ വർഷം 64 പുസ്തകങ്ങൾ, ഈ വർഷം 101 പുസ്തകങ്ങളുമായി സ്വന്തം സ്റ്റാളുമായി എത്തിയിരിക്കുന്നു. അക്ഷയ് പേരാവറിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ.